അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉംറയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് ഉംറയുടെ ആദ്യത്തെ ഫർളായ ഇഹ്റാമിനെ സംബന്ധിച്ചാണ്. എന്താണ് ഇഹ്റാം? ഉംറയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ് ഇഹ്റാം. എങ്ങനെ നിയ്യത്ത് ചെയ്യും? മനസ്സിൽ ഇങ്ങനെ കരുതുക, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഇതാ ഉംറ ചെയ്യുന്നു, ഉംറ ചെയ്യാൻ നിയ്യത്ത് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റൊരു രൂപം, അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ ഇവിടെ വെച്ച് ഇഹ്റാം ചെയ്യുന്നു. ഇങ്ങനെ മനസ്സിൽ കരുതുക, അതാണ് ഇഹ്റാം. അത്രയേ ഉള്ളൂ. നാവ് കൊണ്ട് പറഞ്ഞാൽ അത് സുന്നത്തിൻ്റെയും കൂടെ പൂർണ്ണ രൂപമായി. എങ്ങനെ നാവ് കൊണ്ട് പറയാം? അറബിയിലാണെങ്കിൽ നവൈത്തുൽ ഉംറത വ അഹ്റംതു ബിഹാ ലില്ലാഹി തആല, അള്ളാഹു തആലക്ക് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ നിയത്ത് ചെയ്തിരിക്കുന്നു, ആ ഉംറ കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് നാവ് കൊണ്ടുകൂടെ പറഞ്ഞാൽ നിയത്തിന്റെ പൂർണ്ണ രൂപമായി. ഇത്രേ ഉള്ളൂ ഇഹ്റാം, അഥവാ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കരുതലാണ് ഇഹ്റാം. ഇനി എവിടെ വെച്ചാണ് ഇഹ്റാം ചെയ്യേണ്ടത്? അത് 4 രൂപങ്ങളുണ്ട്. ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ വെച്ച്, ആദ്യമായിട്ട് ഉംറയ്ക്ക് പോകുന്ന ആളാണെങ്കിൽ വീട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ ആ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യാം. ഇനി കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ നമ്മൾക്ക് ആദ്യം ഇറങ്ങുന്നത്, ചില ആൾക്കാർ ശ്രീലങ്ക വഴി, ഖത്തർ വഴി, കുവൈറ്റ് വഴി, ബഹ്റൈൻ വഴി ഒക്കെ പോകുന്നുണ്ട്. ഏത് എയർപോർട്ടിലാണോ ഇറങ്ങുന്നത് ആ എയർപോർട്ടിൽ വെച്ച് ഇഹ്റാം ചെയ്യാം. അടുത്ത രൂപം, മദീനയിൽ പോയിട്ട് മക്കയിലേക്ക് ഉംറയ്ക്ക് വരുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവർക്ക് മദീനയിൽ ചെന്നിട്ട് തിരിച്ചു വരുന്ന വഴി, മക്കയിലേക്ക് പോകുന്ന വഴി ദുൽഹുലൈഫ എന്ന് പറയുന്ന നബി തങ്ങൾ ഇഹ്റാം ചെയ്ത മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യാം. മറ്റൊരു രൂപം, മക്കയിലെത്തി ഉംറയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഇഹ്റാം ചെയ്യാൻ ഹറമിൻ്റെ പുറത്തേക്ക് പോയി ഇഹ്റാം ചെയ്തിട്ട് തിരിച്ചു വരണമെന്നാണ് വിധി. അങ്ങനെയെങ്കിൽ ആയിഷ പള്ളിയിലോ ജെറാനയിലോ ഹുദൈബിയയിലോ ഹറമിൻ്റെ മറ്റേതെങ്കിലും അതിരിലോ പോയി ഇഹ്റാം ചെയ്തിട്ട് വരാം. ഇതാണ് ഇഹ്റാം ചെയ്യേണ്ട സ്ഥലം. ഇനി ഇഹ്റാമിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അത് ഹ്രസ്വമായി പറഞ്ഞാൽ നഖം, മുടി പോലെയുള്ള നീക്കേണ്ടതെല്ലാം നീക്കുക, ശരീരം വൃത്തിയാക്കുക. അതിനുശേഷം നിയ്യത്ത് വെച്ച് കുളിക്കുക. എങ്ങനെ നിയ്യത്ത്? ഇഹ്റാമിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കുളിക്കുക. അതിനുശേഷം വുളൂ ചെയ്യുക. വുളൂ ചെയ്ത് 2 റക്അത്ത് നമസ്കരിക്കണം. ആ നിസ്കാരം, ഇഹ്റാമിൻ്റെ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുക. 1ാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന, 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹു അല്ലാഹു അഹദ് ഓതുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ദുആ ചെയ്യുക. ഇനി നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇഹ്റാമിൻ്റെ ഡ്രസ്സ് ധരിക്കുക. സ്ത്രീകൾക്ക് പ്രത്യേകമായ ഡ്രസ്സില്ല, നല്ല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ ധരിക്കാം. പുരുഷന്മാർക്ക് ഡ്രസ്സ് ഉണ്ട്. അവർ ഇഹ്റാമിൻ്റെ പുതയ്ക്കാനുള്ള, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഒരു മുണ്ട് പുതയ്ക്കാനും ഒരു മുണ്ട് ഉടുക്കാനും, അത് രണ്ടും ധരിക്കുക. അടിവസ്ത്രമോ ബനിയനോ ടീഷർട്ടോ ഒന്നും ധരിക്കാൻ പാടില്ല. അതിനുശേഷം നിയ്യത്ത് ചെയ്യുക. ഇത്രയുമാണ് ഇഹ്റാമിൻ്റെ മുമ്പ് ചെയ്യേണ്ടത്. ഇനി ഇഹ്റാമിൻ്റെ ശേഷം ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അത് പ്രധാനമായി ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തൽബിയത്ത് ചൊല്ലുക. ഒരു ഹാജിക്ക് അല്ലെങ്കിൽ ഒരു മുഅ്തമിറിനെ, ഹജി അല്ലെങ്കിൽ മുഅ്തമിർ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന ആള്, മുഹരിം എന്ന് പൊതുവായിട്ട് പറയാം. അഥവാ ഇഹ്റാം ചെയ്ത ആൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിക്ർ എന്ന് പറയുന്നത് തൽബിയത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇതാണ് പൊതുവായിട്ടുള്ള തൽബിയത്ത്. ഉംറയ്ക്കാകുമ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ലബ്ബൈക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ ലബ്ബൈക് എന്ന് ചൊല്ലാവുന്നതാണ്. ഇതാണ് നിയ്യത്ത് ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായി ചൊല്ലേണ്ട ദിക്ർ. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ ഒരു സ്വലാത്ത്, അത് ഇബ്രാഹിമിയ സ്വലാത്താണ് നല്ലത്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വ നഊദു ബിക മിൻ സഖതിക വന്നാർ എന്ന് സ്വലാത്ത് ചൊല്ലൽ ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇഹ്റാമുമായി ബന്ധപ്പെട്ട് മുന്നും പിന്നും ചെയ്യേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്, പുരുഷനും
സ്ത്രീക്കും വസ്ത്രദാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെ ഭിന്നമാണ്. പുരുഷൻ വസ്ത്രം ധരിക്കുമ്പോൾ ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങളും ബനിയനുകളും പാൻറ്റുകളും ഷർട്ടുകളും അങ്ങനെയുള്ള ചുറ്റിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഒരെണ്ണം ഉടുക്കാനും ഒരെണ്ണം പുതയ്ക്കാനും മാത്രമേ ധരിക്കാവുള്ളൂ. ചായം പുരട്ടിയ വസ്ത്രങ്ങളെക്കാൾ വെള്ള വസ്ത്രം ചായം പുരട്ടാത്തതാണ് സുന്നത്തായിട്ടുള്ളത്. പുരുഷന്മാർ തന്നെ തലമറയ്ക്കാൻ പാടില്ല. കാലിൻ്റെ മുൻവശങ്ങളും പിൻവശങ്ങളും മറയുന്ന ചെരുപ്പ് ധരിക്കാൻ പാടില്ല. അതാണ് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്. സ്ത്രീകൾ മുൻകൈയും മുഖവും മറയ്ക്കാൻ പാടില്ല, ബാക്കി എല്ലാ ഭാഗങ്ങളും മറയ്ക്കാം. ഇത്രയാണ് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഒന്നായി വസ്ത്രത്തിൻ്റെ കാര്യം. രണ്ടാമത്തത്, ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ വസ്ത്രത്തിലോ ശരീരത്തിലോ നിസ്കരിക്കാൻ വേണ്ടിയിടുന്ന വിരിപ്പിലോ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, തലയിലോ താടിയിലോ എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. നാലാമത്തെ കാര്യം, മുടിയോ നഖമോ മനഃപൂർവ്വം കൊഴിക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, മൃഗത്തിനെ വേട്ടയാടാൻ പാടില്ല. അത് ഏത് രൂപത്തിലാണെങ്കിലും വേട്ടയാടാൻ പാടില്ല. ആറാമത്തേത്, നിക്കാഹ് കഴിക്കാനോ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കാനോ പാടില്ല. ഏഴാമത്തെ കാര്യം, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നിഷിദ്ധമായിട്ടുള്ളത്. ഇതിൽ മുടി കൊഴിക്കുക എന്നുള്ളത് സ്വമേധയാ കൊഴിഞ്ഞാൽ കുഴപ്പമില്ല, മനഃപൂർവ്വമായിട്ടോ സ്വന്തം പ്രവൃത്തി കൊണ്ടോ കൊഴിക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി ഹറാമിൽ പറയേണ്ട ഒറ്റ കാര്യം, പകരം മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉംറ ചെയ്ത ആൾക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉംറ ചെയ്യാം. അപ്പോൾ എങ്ങനെ നിയത്ത് ചെയ്യണം? നവൈത്തുൽ ഉംറത അൻ ഫുലാനിൻ വഹറംതു ബിഹ അൻഹു ലില്ലാഹി തആല. എൻ്റെ ഇന്ന ആള്, വാപ്പയാണെങ്കിൽ വാപ്പ, ഉമ്മയാണെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ വേറൊരാൾ, ഇന്ന ആളെ തൊട്ട് ഞാൻ ഉംറ ചെയ്യാൻ നിയത്ത് ചെയ്തിരിക്കുന്നു, അവരെ തൊട്ട് ഞാൻ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യുക, പറയുകയും കരുതുകയും ചെയ്യുക. തൽബിയത്ത് ചെല്ലുമ്പോഴും ലബ്ബൈക്ക് അല്ലാഹുമ്മ ബി ഉംറത്തിൻ അൻ ഫുലാൻ, ഇന്ന ആളെ തൊട്ട് ഞാൻ ലബ്ബൈക്ക് ചൊല്ലുന്നു എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് ഇഹ്റാമിൽ മനസ്സിലാക്കേണ്ട കാര്യം. കൂടുതൽ വിശദീകരണങ്ങളൊക്കെ നമ്മുടെ കൂടെ പോകുമ്പോൾ ഉസ്താദ്മാർ പറഞ്ഞുതരും. അള്ളാഹു മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.